പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. തിരുവചനത്തെ ധ്യാനിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും വിശ്വസ്തതയ്ക്കുമായി ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 25 വാക്യം. ലാബാൻ യാക്കോബിനോട് ഒപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരം അടിച്ചു. അതിനുശേഷം അതിന് തൊട്ടു മുമ്പുള്ളതായ വാക്യം നാം ചേർത്ത് വായിക്കാം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. രണ്ട് കൂട്ടരെ കൂടാരമടിച്ചിരിക്കുന്നതായി ദൈവം ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് സന്ദർശിച്ചു. ഒന്ന്, ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം തനിക്ക് മുമ്പായി പുറപ്പെടാമെന്ന് തനിക്ക് വാഗ്ദത്തം ചെയ്ത് ദൈവത്താൽ ആനയിക്കപ്പെട്ട് ഗിലെയാദ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വന്ന് തനിക്കും തൻ്റെ കുടുംബവും തൻ്റെ കുഞ്ഞുങ്ങളും ആടുമാടുകളുമായിട്ട് വിശ്രമിക്കുന്ന യാക്കോബിൻ്റെ കൂടാരം. രണ്ട്, ലാബാന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി എന്നുള്ള പരാതി കൊണ്ട് എങ്ങനെയെങ്കിലും യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും യാക്കോബിൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാൻ, അവൻ്റെ ആടുമാടുകളെ അപഹരിപ്പാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോടൊപ്പം തന്നെ അവൻ്റെ തൊട്ടടുത്ത് കൂടാരമടിച്ചിരിക്കുന്ന ലാബാന്റെ കൂടാരം, യാക്കോബിൻ്റെ കൂടാരം. ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിനോട് ചേർന്ന് കൂടാരമടിച്ചപ്പോൾ ദൈവം ലാബാന് രാത്രിയിൽ വെളിപ്പെട്ടു. അവന് ചില കർശന അറിയിപ്പ്. ലാബാനെ, നീ എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യുവാൻ പാടില്ല. കർശന നിയമം അരുളി ചെയ്യുന്നത് സർവശക്തനായ ദൈവം. ഇല്ല, ഞാൻ ചെയ്യുമെന്ന് ദൈവത്തോട് മത്സരിച്ചൊരു വാക്ക് പറയുവാൻ ലാബാന് കഴിയുകയില്ല. കാരണം പർവ്വതങ്ങളെ ഇളക്കുമാർ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട് അവൻ്റെ നേരെ ദോഷമായി വന്നിരിക്കുകയാണ്. അവൻ്റെ ഉദ്ദേശശുദ്ധികളൊന്നും സാധിക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് ലജ്ജിതനായി തിരിച്ചു പോകത്തക്കവണ്ണം അവന് വിരോധമായി ദൈവത്തിൻ്റെ കൈ പൊങ്ങി. ഇതിനെ ഓർപ്പിച്ചുകൊണ്ടാണ് ദാവീദ് രാജാവ് തൻ്റെ 30-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ചേർക്കുന്നത്. സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ കരച്ചിൽ വന്ന് നിന്നോടൊപ്പം രാപാർക്കും, എങ്കിലും ഉഷസ്സിലോ നിനക്ക് ആനന്ദഘോഷം നിന്റെ കൂടാരത്തിൽ മുഴങ്ങും. ലാബാന്റെ കൂടാരത്തിൽ വളരെ ലജ്ജിതനായി നിരാശയോടുകൂടെ ദുഃഖിതനായി വന്ന കാര്യമൊന്നും സാധിക്കാതെ തന്നെ തിരിച്ചു പോകുവാൻ നിർബന്ധിതമായ ഒരു സമയം. ഒരേ പർവ്വതത്തിൽ രണ്ട് കൂടാരം, രണ്ട് കൂടാരത്തിലും രണ്ട് അനുഭവം. എന്നാൽ സർവശക്തനായ ദൈവം നയിക്കുന്ന യാക്കോബിന്റെ കൂടാരത്തിൽ ആനന്ദഘോഷം. അവന് തണലായി, അവന് കൂട്ടായി, അവന് പരിചയായി, ഉപദേശകനായി, ഗുണം പോലും ദോഷം പോലും ശത്രുവിൽ നിന്ന് അവൻ ഏശാതവണ്ണം അവന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനാൽ ആയതിൽ സന്തോഷിക്കുന്ന സന്തോഷത്തിൻ്റെ ഘോഷം യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്ന് മുഴങ്ങുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം തന്ന നന്മകളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ, ദൈവം നിനക്ക് തന്ന നിന്റെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും പിടിച്ചു മാറ്റിക്കൊണ്ടു പോകുവാൻ ശത്രു നിന്റെ കൂടാരത്തിൽ വന്ന് അന്തിയുറങ്ങും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. അവൻ്റെ കയ്യിലുള്ളതായ, അവൻ്റെ കൈവശമുള്ളതായ ആടുമാടുകളുടെ ജനനമൊക്കെയും അതൊക്കെയും പിറക്കുന്നത് യാക്കോബ് ദർശനത്തിൽ കണ്ടതാണ്.
ദൈവം തന്നോട് കാണിക്കാതെ ഒരു കാര്യം പോലും അവന് കൊടുത്തില്ല. സമയമായപ്പോൾ യാക്കോബിനോട് ദൈവമാണ് അരുളി ചെയ്തത്, നീ നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ പോകുവാൻ സമയമായിരിക്കുന്നു. അങ്ങനെ അവന് ദൈവത്താൽ അരുളപ്പാടുണ്ടായി പുറപ്പെടും നേരത്ത് അവന്റെ ഭാര്യമാരെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഭാര്യമാരും അവനോട് പറഞ്ഞത്, ഞങ്ങൾക്കിനിയും ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നീ പോകുന്നിടത്തൊക്കെ ഞങ്ങൾ നിന്നോട് കൂടെ വരും. നോക്കൊരു ഭവനത്തിലെ ദൈവിക നടത്തിപ്പ്. ഒരു പിതാവ് ദൈവത്തിന്റെ ആലോചന പ്രകാരം പറയുന്ന കാര്യങ്ങളിന്മേൽ ഒരു വിസമ്മതവും കൂടാതെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കുടുംബം. അനുഗ്രഹത്തിന്റെ ആരംഭം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ യാക്കോബ് പുറപ്പെട്ടപ്പോൾ അവർ ചെന്നെത്തിയതോ ഗിലെയാദ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ. എന്താണ് ഈ ഗിലെയാദ്? ഔഷധത്തിന്റെ നാട്, പരിഹാരത്തിന്റെ നാട്. തർക്കങ്ങളും അല്ലെങ്കിൽ ഏത് വഴക്കുകളും അതിന് സന്ധിയാകുവാൻ അവർ തിരഞ്ഞെടുത്ത ദൈവത്താൽ നിയമിതമായ ഒരു സ്ഥലം. അവിടെ ഡോക്ടർമാരുണ്ട്, ഏത് രോഗത്തിനുമുള്ള ചികിത്സയുണ്ട്, ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. പ്രവാചകനായ യെരമ്യാവ് ചോദിക്കുന്നു, ഗിലെയാദിൽ ഔഷധമില്ലയോ? ഗിലെയാദിൽ വൈദ്യന്മാരില്ലേ? നാം ഓബദ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചു നോക്കുമ്പോൾ യാക്കോബിന്റെ ഇളയ സന്തതി ബെന്യാമീൻ മറ്റുള്ള ഗോത്രങ്ങളെല്ലാം പല ദേശങ്ങളും യഹൂദ ദേശങ്ങളിൽ തെരഞ്ഞെടുത്തപ്പോൾ ബെന്യാമീൻ നോട്ടം വെച്ചത് ഗിലെയാദ് ദേശം വേണം. അതെന്തുകൊണ്ടാണ് ബെന്യാമീൻ അങ്ങനെ ഒരു ഉണർവുണ്ടായത്? ആ ഗിലെയാദ് ദേശത്തിന്മേൽ ബെന്യാമീൻ ഒരു താല്പര്യം എന്തുകൊണ്ടുണ്ടായി? നമുക്കറിയാം, യാക്കോബിന്റെ ഇളയ സന്തതിയാണ് ബെന്യാമീൻ. വാർദ്ധക്യകാൽ മരണം വരെയും യാക്കോബിനെ വിട്ടുപിരിയാതെ തന്നോടൊപ്പം പാർത്ത ഇളയ മകൻ വാർദ്ധക്യത്തിൽ അപ്പനിടുന്ന തൈലത്തെയും രോഗസൗഖ്യത്തെയും ഒക്കെ കണ്ട് ഗിലെയാദിലെ തൈലത്തെക്കുറിച്ച് ബെന്യാമീൻ വലിയൊരു സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ ഈ സൗഖ്യത്തിൻ്റെ നാടിനെ എങ്ങനെയെങ്കിലും അവകാശമാക്കണം. അപ്പന് കിട്ടിയതായ സൗഖ്യം, അപ്പൻ ഉപയോഗിച്ചിരുന്നതായ തൈലത്തിൻ്റെ ഗുണം, അവിടെ ആരോഗ്യവും ബലവും ജീവനും ഉണ്ടെന്ന് മനസ്സിലാക്കിയ സന്തതി ആ ദേശത്തിന് വേണ്ടി അവൻ വാദിച്ചു അതിനെ അവകാശമാക്കി, ഗിലെയാദിനെ അവകാശമാക്കി. ഗിലെയാദ് സൗഖ്യത്തിൻ്റെ നാട്. നാം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ലാബാൻ വന്ന ചരിത്രം, വന്ന ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ യാക്കോബുമായിട്ടൊരു സന്ധി ചെയ്തു. കമോൺ, നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. നാം ചെയ്യുന്നതായ എഗ്രിമെൻറ്റിന് അല്ലെങ്കിൽ ഉടമ്പടിക്ക് സാക്ഷിയായി ഈ ഗിലെയാദ് ദേശത്തൊരു പർവ്വതം, ഈ പർവ്വതം നമുക്ക് സാക്ഷിയായിരിക്കും. അവിടെ വെച്ച് ശത്രു എഗ്രിമെൻ്റ് ചെയ്തു പിരിഞ്ഞു. ആ ഗിലെയാദ് പർവ്വതത്തിലെ ആ കൊടുമുടി നിലനിൽക്കുന്നിടത്തോളം കാലം ശത്രുവിന് ഭേദിക്കാൻ കഴിയാത്തതായ ചില ഉടമ്പടികൾ ദൈവം അവിടെ വരച്ചുണ്ടാക്കി. ശത്രുവിന് കടന്നുകൂടാൻ കഴിയാത്ത ഒരതിര് ദൈവം നിനക്ക് വേണ്ടി ഗിലെയാദിലുണ്ടാക്കി. അതിനുവേണ്ടിയാണ് ദൈവം യാക്കോബിനെ ഗിലെയാദിലേക്ക് കൊണ്ടുവന്നത്. ആ രാത്രിയിൽ അവിടെ വന്നപ്പോൾ ഗിലെയാദിനവിടെ കൂടാരമടിക്കുവാൻ മനസ്സ് വന്നു. ദൈവത്താൽ സംഭവിച്ചു. ലാബാൻ അറിയാം, ലാബാന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയ യാക്കോബ് എവിടെയായിരിക്കും? അവൻ സാധാരണ കുറ്റിക്കാടുകളിൽ പാർക്കുന്നവനല്ല. ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നതായ ചില സ്ഥലങ്ങളിൽ അവൻ തീർച്ചയായിട്ടും പോയിരിക്കാമെന്ന് ലാബാന് മനസ്സിലായി. അവൻ പിന്തുടർന്നു വന്നതോ ഗിലെയാദ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ അവൻ കണ്ടുപിടിച്ചു യാക്കോബ് അവിടെ കൂടാരമടിച്ചിരിക്കുന്നു. ശത്രുവും വന്ന് അവനോടൊപ്പം കൂടാരമടിച്ചു. നേരിട്ട് വന്ന് സംഘടനത്തിലല്ല വന്നത്, ചോദ്യത്തിനല്ല വന്നത്. യാക്കോബിനോടൊപ്പം കൂടാരമടിച്ചു ലാബാനും. നമ്മോടൊപ്പം രാപാർക്കുന്ന ശത്രുക്കളുണ്ട്. രാത്രിയിൽ അവൻ അവിടെ വസിക്കുകയാണ്. പക്ഷെങ്കിൽ നമുക്കും ശത്രുക്കൾക്കും തമ്മിൽ ഇടയിൽ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്, ഊരിപ്പിടിച്ച വാളുമായി. അടുക്കരുത്, എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന് കർശനമായ ഒരു ഓർഡറുമായി അവിടെ നിൽക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കാവലാക്കി. കാരണം യാക്കോബ് വാഗ്ദത്തങ്ങളുടെ ഉടമ്പടിക്കാരൻ, വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവം തെരഞ്ഞെടുത്ത പാത്രം. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ നിറവേറ്റുവാൻ
യാക്കോബിനെ ചില അനുഭവങ്ങളിൽ കൂടെ ദൈവത്തിന് കൊണ്ടുപോയേ പറ്റൂ. നമ്മെയും ചില വാഗ്ദത്തങ്ങളുടെ അവകാശികളാക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ തലമുറകൾ വാഗ്ദത്തങ്ങളുടെ സന്തതികളായി മാറേണ്ടതിന് ഗിലെയാദ് അടിവാരത്തെങ്കിൽ ദൈവം നമ്മെയും ചിലപ്പോൾ കൂടാരമടിപ്പിക്കും. ഓർത്തുകൊള്ളുക, അത് സാധാരണ ദേശമല്ല, അവിടെ സൗഖ്യത്തിൻ്റെ ദേശം. നിനക്ക് രോഗം, ബലഹീനത, പ്രശ്നം, കഷ്ടം, മനപ്രയാസം, യാതന, പല പല നഷ്ടങ്ങളുടെ കണക്കുകളും പല പല കാര്യങ്ങളും നിനക്ക് പറയുവാനുണ്ടെങ്കിലും അതിനൊക്കെയും ഒരു പരിഹാരമായി അവിടെ ഒരു ധ്യാനത്തിൻ്റെ കൂടാരം ദൈവം കാണിച്ചു. അവിടെ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ വളരുന്ന ചെടികളും വൃക്ഷങ്ങളും എല്ലാം നിനക്ക് ഔഷധങ്ങൾ കൊണ്ടുവരുന്നു. നിന്റെ സകലവിധമായ വ്യാധികളും സൗഖ്യമാക്കത്തക്കവണ്ണം ഒരു സൗഖ്യവും ആരോഗ്യമുള്ളവനായി ലാബാന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ വാഗ്ദത്ത ദേശത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം ഗിലെയാദ്. ആ ഗിലെയാദ് വെറുതെ നീ ഗിലെയാദിൽ വന്നതല്ല. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, അരുളപ്പാട് പ്രകാരം, മുൻ ഉദ്ദേശപ്രകാരം നിന്റെ മേൽ വെച്ചിരിക്കുന്നതായ ദൈവിക ഉദ്ദേശത്തിന്റെ സാധ്യത അവിടെ നിന്ന് ആരംഭിക്കത്തക്കവണ്ണം ആദ്യമായി നിന്റെ ശത്രുക്കളുമായി അവിടെ ഒരു ഉടമ്പടി, ശത്രുവിന് കടന്നുകൂടാൻ കഴിയാത്ത ഒരു അതിര് ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം യാക്കോബിന്റെ യാത്ര വളരെ സുഗമമായിരുന്നു. ഇത്രത്തോളം സുഗമമായ ഒരു യാത്ര യാക്കോബിന് കിട്ടുമെന്ന് യാക്കോബ് പോലും പ്രതീക്ഷിച്ചില്ല. ഗിലെയാദിൽ നിന്നും യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് പ്രതീക്ഷിച്ച ശത്രുഘടങ്ങളെല്ലാം ഇതാ അവന് ദാസന്മാരായി തീർന്നിരിക്കുന്നു. ദേശം വിശാലമായി അവന് മുൻപിൽ വാഗ്ദത്തത്തിന് പ്രകാരം തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, രാത്രിയിൽ രാപാർക്കുന്ന ശത്രുവിനെ നോക്കി നിനക്ക് അന്ധം വരുത്തുവാൻ, നിനക്കുള്ളതിനെ നശിപ്പിക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ തലമുറകളെ, നിന്റെ ആടുമാടുകളെ, നിന്റെ സമ്പത്തുകളെ, നിന്റെ കഠിനാധ്വാനത്തെ, നിന്റെ വിയർപ്പിന്റെ വിലയെ പിടിച്ചു കൊണ്ടുപോകാൻ, അപഹരിച്ചു കൊണ്ടുപോകുവാൻ നിന്നോടൊപ്പം വന്ന ഗിലെയാദ് പർവ്വതത്തിൽ രാപാർക്കുന്ന കൂടാരമടിച്ചിരിക്കുന്ന ശത്രുവിനെ നോക്കി നീ വിഷമിക്കരുത്. കാരണം നീ അറിയാതെ ഒരു വലിയൊരു സംരക്ഷണം നിനക്കും അവർക്കും ഇടയിൽ ദൈവം സൃഷ്ടിച്ചു. വലിയൊരു വ്യത്യാസം, ശത്രുക്കൾക്കും നിനക്കും തമ്മിൽ അടുത്തുകൂടാത്ത ഒരു അതിർ ദൈവം കൽപ്പിച്ചു. അതിനുശേഷം കർശനമായ ഓർഡർ ലാബാന് കൊടുക്കുകയാണ്. എൻ്റെ ദാസിന് വിരോധമായി ഒരു ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ ശബ്ദിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ സൂക്ഷിപ്പാൻ രാപകലില്ലാതെ വാഗ്ദത്ത സന്തതിയാണോ, ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവനാണോ, നിനക്കിനെ സൂക്ഷിപ്പാൻ, കാവൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവമായി നീ പോകുന്നിടത്തൊക്കെയും നിന്നോടൊപ്പം വരും. നിനക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണ്. ദൈവം തന്നതല്ലാതെ നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരിഞ്ച് പോലും നിനക്ക് ദൈവം തരാതെ നിനക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയില്ല. ഒരു കരട് പോലും ദൈവം തരാതെ നിനക്ക് സമ്പാദിക്കാൻ കഴിയില്ല. നീ സമ്പാദിച്ചിട്ടുള്ളതും നിന്റെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിന്റെ പക്കൽ എണ്ണമുള്ളതാണ്. അതിനെ ദൈവം നിനക്ക് ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്നതാണ്. ആടുമാടുകളുടെ സംഖ്യകളെയെല്ലാം ദൈവം നിനക്ക് എണ്ണിപ്പെറുക്കി തന്നതാണ്. നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ തലമുറകളെയും ദൈവം നിന്നോട് എണ്ണി എണ്ണി നിനക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ശത്രുവിനെ നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഭദ്രതയുള്ള, സംരക്ഷണയുള്ള, ഉത്തരവാദിത്വമുള്ള, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ചിന്തനമുള്ളതായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്രത്തോളം ഭയഭക്തിയോടുകൂടെ ജീവിപ്പാനുള്ളൊരു ഭാഗ്യം, സംരക്ഷണബോധത്തോടെ ജീവിപ്പാനുള്ളൊരു ഭാഗ്യം, സുരക്ഷിതത്തോടെ ആനന്ദഘോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.